നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ദൈവീ സമ്പത്തും അസുരീ സമ്പത്തും പല അളവിൽ കൂടിക്കലർന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ട് വ്യാസൻ ഭഗവത്ഗീതയുടെ എല്ലാ തത്വങ്ങളെയും എല്ലാ മുഖങ്ങളെയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പാകത്തിന് ഇത്ര അത്ഭുതകരമായ വിപുലമായ കാവ്യത്തെ ചമച്ചു. അതിനു വേണ്ടിയിട്ടാണ് വ്യാസൻ യുധിഷ്ഠിരന് ഇങ്ങനെ ഒരു അബദ്ധം നൽകിയത്. അല്ലെങ്കിൽ കഥ തുടക്കത്തിലേ തന്നെ പൂർണ്ണമായി പോയേനെ. അങ്ങനെ നാം ദൈവീ സമ്പത്തിലെ ഓരോരോ സവിശേഷതകളെ പഠിച്ചു വരുന്നു. ദാനവും ദമവും പഠിച്ചു കഴിഞ്ഞു. ഇനി യജ്ഞം എന്നുള്ളതാണ്. അതാണ് ദൈവീ സമ്പത്തിൽ അടുത്തത്. ദൈവീ സമ്പത്ത് ആരിലാണോ ഏറി നിൽക്കുന്നത് അവരിൽ ഈ ഗുണം നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായി സാധിക്കും. ലോക നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണവർ. ഈ യജ്ഞം ചെയ്യുന്ന ആളുകൾ സ്വന്തം ജീവിതത്തെ യജ്ഞമാക്കി മാറ്റുന്നു. താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ സ്വധർമ്മം എന്ന് ഭഗവത്ഗീതയ്ക്കകത്ത് പറയും. ആ സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നാണ് ഗീതാശാസ്ത്രത്തിന്റെ ഉപദേശം. ആ സ്വധർമ്മത്തെ എങ്ങനെ അനുഷ്ഠിക്കണം? ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ഭഗവാന്റെ സേവനമായി സമർപ്പിക്കണം. ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് കോടാനുകോടി പദാർത്ഥങ്ങളെ കൊണ്ട്, എണ്ണിയാൽ തീരാത്ത പദാർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് പ്രപഞ്ചം. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും പുല്ലും പുഴുവുമെല്ലാം ജീവനുള്ളവയുടെ കൂട്ടത്തിൽപ്പെടുന്നു. മണൽത്തരി മുതൽ അങ്ങ് ഗോളസമൂഹങ്ങൾ വരെ ജീവനില്ലാത്തവ എന്ന് നാം കരുതുന്നവയുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഇവയുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ, തൻ്റെ കഴിവുകളെ, സിദ്ധിവിശേഷങ്ങളെ സമർപ്പിച്ച് ആരാണോ സ്വധർമ്മം ആചരിക്കുന്നത്, അങ്ങനെ സേവനം സ്വധർമ്മമാക്കി ആരാണോ അംഗീകരിച്ചിരിക്കുന്നത് അവർ സ്വജീവിതത്തെ യജ്ഞമാക്കി മാറ്റുന്നു. ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ്. ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന എല്ലാ ചിന്തകളും യജ്ഞമാണ്. ഓരോ ശ്വാസവും ലോക നന്മയ്ക്ക് വേണ്ടി സമർപ്പിതമായാൽ യജ്ഞമായിത്തീരും. അങ്ങനെയുള്ള യജ്ഞാചരണം എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറുന്നത്, ആ അവസരത്തിൽ ജീവിതത്തിൽ നമുക്ക് ഈശ്വരീയമായ ബന്ധാവിലേക്ക്, ശാശ്വതമായ സാത്വിക ഗുണത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നേറാൻ സാധിക്കും. അങ്ങനെയുള്ള ജീവിതം പരമമായി ബ്രഹ്മസാക്ഷാത്കാരത്തിൽ യഥായോഗ്യം യഥാസമയം എത്തിച്ചേരുകയും ചെയ്യും. അതാണ് ദൈവീ സമ്പത്തിൽ വേറെന്ത്. അതിനെയും വ്യാസൻ പല പ്രകാരത്തിൽ പല കഥകളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കുന്തിയുടെ ജീവിതം ഒരു വലിയ യജ്ഞമാണ്. ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യകൃതികളിൽ കുന്തിയെപ്പോലെ ഒരു നാരിയെ, ഒരു മഹിളയെ, ഒരു അമ്മയെ ആർക്കും കാണാൻ സാധ്യമല്ല. അത്ഭുതകരമായ സൃഷ്ടിയാണ് വ്യാസന്റെ കുന്തി എന്നുള്ള ആ കഥാപാത്രം. ആ കുന്തി തൻ്റെ ജീവിതത്തെ യജ്ഞമയമാക്കി തീർത്തു. അതിലെ ചില അംശങ്ങളൊക്കെ നാം നേരത്തെ കണ്ടു. അഭയം എന്നുള്ള ഈ ദൈവീ സമ്പത്തിലെ ആദ്യത്തെ സവിശേഷതയെ പരിചയിക്കുന്ന അവസരത്തിൽ കുന്തിയുടെ ഭയമില്ലായ്മയെ നമ്മൾ നേരിട്ട് കണ്ടു. ഭഗന്റെ മുന്നിലേക്ക് ഭീമനെ അയക്കുന്ന
ആ ഒരു ഗ്രാമത്തെയും അവിടെയുള്ള ആളുകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഭയങ്കരമായ കർമ്മം, ഭഗനോട് ഏറ്റുമുട്ടി ഭഗനെ സംഹരിക്കുക എന്നുള്ള കർമ്മം തൻ്റെ പുത്രനെ ഏൽപ്പിച്ച് പുത്രനെ അങ്ങോട്ട് അയക്കുന്ന ആ അമ്മ, ഭയമില്ലായ്മ, ആ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം. അതേപോലെ വേറൊരു വലിയ ജീവിതം നമുക്കിതിനകത്ത് കാണാം. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പല പ്രകാരത്തിൽ പല തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ കാണാം. അതിൽ ഈ കഥയുടെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന ഒരു മഹാപുരുഷനുണ്ട്. അദ്ദേഹമാണ് ശന്തനുവിൻ്റെ മകനായിരിക്കുന്ന ദേവവ്രതൻ എന്ന ഗംഗാദത്തൻ. പിന്നീട് ഭീഷ്മൻ എന്നറിയപ്പെട്ടു. ജീവിതം മുഴുവൻ യജ്ഞമയമാണ്. അവസാനം ആ യജ്ഞത്തെ ശരശയ്യയിൽ അദ്ദേഹം പൂർണ്ണമാക്കി തീർത്തു. ആ ജീവിതത്തിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ യജ്ഞത്തിന് ഉദാഹരണമാണ്. അതിൻ്റെ സവിശേഷതകൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേ യജ്ഞമെന്നുള്ള വാക്ക് ഏതു പ്രകാരത്തിലാണ് ജീവിതത്തിലെ വിവിധമായ സാഹചര്യങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി തീരൂ. അതിനു വേണ്ടിയിട്ട് ഈ കഥാഭാഗത്തിലൂടെ ഭീഷ്മന്റെ ആദ്യകാല കഥകളിലൂടെ കടന്നുപോവാണ്. ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയെ പത്നിയായി ലഭിച്ചു. 8 മക്കൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതിൽ 7 പേരെയും ഗംഗാദേവി ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു. 8ാമത്തെ ബാലകനെ ഗംഗയിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങുമ്പോൾ ശന്തനു ദുഃഖത്തോടുകൂടിയിട്ട് തടഞ്ഞു. അരുത്, ആ കുഞ്ഞിനെയെങ്കിലും എനിക്ക് തരണം എന്ന്. തനിക്ക്, തൻ്റെ പ്രവൃത്തിക്ക്, തൻ്റെ ഹിതത്തിന് വിപരീതമായി എന്ന് ശന്തനു ആചരിക്കുമോ അന്ന് താൻ ശന്തനുവിൻ്റെ സമീപത്ത് നിന്ന് മടങ്ങിപ്പോകും എന്ന് ഗംഗ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗംഗാദേവി ശന്തനുവിനെ വിട്ടു പോകുകയാണ്. ആ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകുന്നു. കുഞ്ഞിനെ വളർത്തി യഥായോഗ്യം യഥാസമയം തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ശന്തനു മഹാരാജാവ് ഗംഗാനദീ തീരത്തുള്ള മനോഹരമായ കാടുകളിൽ ഇങ്ങനെ വേട്ടയാടിയും ആ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും ഗംഗയുടെ പ്രവാഹം ആസ്വദിച്ചും സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരിടത്ത് എത്തിയപ്പോഴേക്കും ഗംഗയിൽ വെള്ളം നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു. നോക്കിയപ്പോൾ വെള്ളം പ്രവഹിക്കുന്നേയില്ല, നിശ്ചലമായി കിടക്കുന്നു. വെള്ളം നന്നേ കുറവ്. ഒരിക്കലും ഗംഗയിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഇതെന്തുകൊണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുകളിലേക്ക് ഗംഗാനദി എവിടെ നിന്നിട്ടാണോ ഇങ്ങോട്ട് ഒഴുകി വരുന്നത് അങ്ങോട്ടേക്ക് നടന്നു. കുറെ ദൂരം ചെല്ലുമ്പോഴേക്കും ഒരു ബാലകൻ ഗംഗാതീരത്ത് നിൽക്കുന്നു. കയ്യിൽ അമ്പുവില്ലുമുണ്ട്. സൂര്യനെപ്പോലെ തേജസ്വിയായ, ആർക്കും മനസ്സിന് ആനന്ദത്തെ ആ രൂപം പ്രദാനം ചെയ്യും, അങ്ങനെയുള്ളൊരു ബാലകൻ. ആ ബാലകനെ കണ്ട് അദ്ദേഹം ആ ബാലകന്റെ പ്രവൃത്തി ശ്രദ്ധിച്ചു. അമ്പുകൾ കൊണ്ട് ആ ബാലകൻ കളിക്കുകയാണ്. ഗംഗയുടെ മാർഗത്തെ അമ്പുകൾ കൊണ്ട് തടഞ്ഞു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് ഗംഗ ഇങ്ങോട്ട് ഒഴുകാതെ ഇപ്പോൾ തടയപ്പെട്ടു പോയിരിക്കുന്നത്. താഴെ ഗംഗാജലം കുറഞ്ഞു പോകാനുള്ള കാരണവും അതാണ്. ആ ബാലകനെ കണ്ടിട്ട് അത് ആരാകും എന്നറിയാൻ ശന്തനു ആഗ്രഹിച്ചു. പക്ഷെ അപ്പോഴേക്കും ആ ബാലകനെ പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു. ആ ബാലകൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴേക്കും ശന്തനുവിന് ദുഃഖമുണ്ടായി. പക്ഷേ ഭാഗ്യം, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു. ആ ബാലകനെ ഗംഗാദേവി തൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ ബാലകനെ നടത്തിക്കൊണ്ടുവരികയാണ്. ആ ബാലകന്റെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് ഗംഗാദേവി നടന്നു വരികയാണ്. ഗംഗാദേവി ശന്തനുവിൻ്റെ മുന്നിൽ വന്നു. ശന്തനുവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് ലഭിച്ച 8ാമത്തെ പുത്രനാണ് ഈ നിൽക്കുന്ന ബാലകൻ. ഈ ബാലകൻ സർവവിദ്യകളും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം സമർത്ഥനായി കഴിഞ്ഞിരിക്കുന്നു.
പുത്രം അഷ്ടമം രാജൻ ത്വം പുര മയി അവിന്ദധ. പണ്ട് എന്നിൽ നിന്ന് നേടിയ ഈ മകൻ, ഈ 8ാമത്തെ പുത്രൻ, സചായം പുരുഷവ്യാഘ്ര, അവനാണ് ഇവൻ. അല്ലയോ പുരുഷശ്രേഷ്ഠ, അങ്ങയുടെ പുത്രനാണ് ഈ നിൽക്കുന്ന ബാലകൻ എന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക. സർവാസ്ത്രവിദ് അനുത്തമഃ, എല്ലാ അസ്ത്രങ്ങളും അവന് വശംവദമാണ്. എല്ലാ പ്രകാരത്തിലും ഒരു മനുഷ്യന് വേണ്ടുന്ന സർവ്വഗുണങ്ങളും അവൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണതയുടെ പര്യായമായിട്ട് ഈ ബാലകൻ ഇതാ അങ്ങയുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ബാലകനെ അങ്ങ് സ്വീകരിച്ചുകൊള്ളുക. ഗൃഹാണേമം മഹാരാജ മയാ സംവർദ്ധിതം സുതം. ഞാൻ വളർത്തിയ ഈ ബാലകൻ, അമ്മയായ ഗംഗാദേവിയാണ് ഭീഷ്മനെ വളർത്തിയത്. അന്ന് ഭീഷ്മൻ എന്നല്ല പേര് എന്നേ ഉള്ളൂ. ഞാൻ വളർത്തിയതായി ഈ ബാലകനെ, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മകനാണ് എന്നറിഞ്ഞിട്ട് അങ്ങ് സ്വീകരിച്ചുകൊള്ളുക. എന്നിട്ട് ഈ ബാലകനോടൊപ്പം അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഈ ബാലകനെ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേദാൻ അധിജഗേ സാങ്കാൻ വസിഷ്ഠാദേശവീര്യവാൻ. വീരനായിരിക്കുന്ന ഈ ബാലകൻ വേദങ്ങൾ മുഴുവൻ പഠിച്ചു. എങ്ങനെ? അംഗങ്ങളോടൊപ്പം വേദങ്ങൾ പഠിച്ചു. ഋക്കും യജസ്സും സാമവും അഥർവവുമാണല്ലോ വേദങ്ങൾ. ആ വേദങ്ങളുടെ പഠനം പൂർണ്ണമാകണമെങ്കിൽ അംഗങ്ങളോടൊപ്പം പഠിക്കണം. അതിനെയാണ് ശാസ്ത്രങ്ങൾ എന്ന് പറയുക. അങ്ങനെ ശിക്ഷാകൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം എന്നുള്ളതായ വേദ അംഗങ്ങളോടൊപ്പം സമ്പൂർണമായ വേദം ഈ ബാലകൻ പഠിച്ചു. ആരിൽ നിന്ന്? വസിഷ്ഠനിൽ നിന്നാണ് പഠിച്ചത്. ഇതിനേക്കാളും വലിയൊരു ആചാര്യൻ വേദം പഠിപ്പിക്കാൻ കിട്ടുകയില്ല. അങ്ങനെ വേദം മുഴുവൻ ഗ്രഹിച്ച ഈ ബാലകൻ കൃതാസ്ത്ര, അസ്ത്രവിദ്യ മുഴുവൻ വശമാക്കി കഴിഞ്ഞിരിക്കുന്നു. ശ്രേഷ്ഠമായ അസ്ത്രപ്രയോഗ നൈപുണി അവൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. പടക്കളത്തിൽ ഇറങ്ങിയാൽ അവൻ എങ്ങനെയിരിക്കുമെന്നറിയോ? ദേവരാജസമോ യുധി. യുദ്ധത്തിന്റെ മണ്ഡലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇന്ദ്രനെപ്പോലെ ഏറ്റവും വലിയ ആയുധപ്രയോഗ വിദഗ്ധനാണ് എന്നറിഞ്ഞുകൊള്ളണം. സുരാണാം സമ്മതോ നിത്യം അസുരാണാം ച ഭാരത. അല്ലയോ ശന്തനോ, അങ്ങയുടെ ഈ പുത്രനുണ്ടല്ലോ, ദേവന്മാർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അതേപോലെ അസുരന്മാർക്ക് പോലും ഇവൻ പ്രിയപ്പെട്ടവനാണ്. അവൻ സർവശാസ്ത്രങ്ങളും പഠിച്ചിരിക്കുന്നു, ഭൗതിക ശാസ്ത്രങ്ങളും പഠിച്ചിരിക്കുന്നു. ഉശനാവേദ യച്ഛാസ്ത്രം അയം തദ് വേദസർവശഃ. ശുക്രാചാര്യർ ഏതെല്ലാം ശാസ്ത്രങ്ങളാണോ പഠിച്ച് തന്റെ വശത്തിൽ വച്ചിരിക്കുന്നത്, ആ ശാസ്ത്രങ്ങളെല്ലാം ഈ ബാലകനും ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക.